KPCC അധ്യക്ഷ സ്ഥാനത്ത് കെ സുധാകരൻ തുടരുമോ അതോ ഇല്ലയോ അത് ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് കെ മുരളീധരൻ റിപ്പോർട്ടറിനോട് പറയുന്നു. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം സാഹചര്യങ്ങൾ വിലയിരുത്തി തീരുമാനമെടുക്കും. ആരുടെയും നീരസവും ഇഷ്ടവുമൊന്നും നോക്കിയല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. KPCC സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് MA ലത്തീഫിനെ വീണ്ടും പുറത്താക്കിയ നടപടി കെ സുധാകരന്റെ വ്യക്തിപരമായ തീരുമാനമല്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു. ഈ ഇലക്ഷൻ സമയത്ത് ആക്ടിംഗ് പ്രസിഡന്റായി MM ഹസൻ വരുന്നു. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയവർ അദ്ദേഹം തിരിച്ചെടുക്കുന്നു. പിന്നീട് സുധാകരൻ തിരിച്ചു വരുന്നു, ഇവരെ പുറത്താക്കുന്നു. ഇതൊരു എന്ത് സന്ദേശമാണ് ഒരു പാർട്ടി? അതിൽ ഒരു വ്യക്തിയെ തിരിച്ചെടുത്തതിനെക്കുറിച്ച് അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥി തന്നെ KPC യോഗത്തിൽ പരാതി പറഞ്ഞു. ഒരു ഡു ഓർ ഡൈ എന്നൊരു ഇലക്ഷൻ നേരിടുന്ന സമയത്ത് പാർട്ടിയെ വിജയിപ്പിക്കാനാണ് ശ്രമിക്കേണ്ടത്. അതിന് പകരം പാർട്ടി സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ നോക്കിയവരെ ഒരു കാരണവശാലും എൻകറേജ് ചെയ്യാൻ സാധ്യമല്ല. കെ സുധാകരൻ അധ്യക്ഷനായി തുടരുന്നതിൽ ചില ആളുകൾക്ക് അല്ലെങ്കിൽ നേതാക്കൾക്ക് തന്നെ നീരസമുണ്ട്. അല്ല, അത് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കേണ്ട ഹൈക്കമാൻഡാണ്. ആരുടെ നീരസവും അല്ലെങ്കിൽ ആരുടെ ഇഷ്ടവും നോക്കിയിട്ട് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുക. എല്ലാ കാര്യങ്ങളുടെയും ഫൈനൽ അതോറിറ്റി കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. 4-ാം തീയതി ഇലക്ഷന് ശേഷമുള്ള സാഹചര്യങ്ങൾ നോക്കി അന്നത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഉചിതമായുള്ള തീരുമാനം ഹൈക്കമാൻഡ് എടുക്കും. അല്ലാതെ ആരെയും പുറത്താക്കാനോ അല്ലെങ്കിൽ ആരെയും പ്രസ്ഥാനത്തു നിന്ന് പുറത്താക്കാനുള്ള ഒന്നുള്ള ഒരു ശ്രമങ്ങളും ഇവിടെ നടക്കുന്നില്ല. അതുകൊണ്ട് ഇക്കാര്യം വ്യക്തമാണ്. ഇതിൽ ഈ പാർട്ടി സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്ന സ്ഥാനാർത്ഥി തന്നെ ആക്ഷേപം പാർട്ടി യോഗത്തിൽ ഉന്നയിച്ചുകൊണ്ടാണ് ഇങ്ങനെ തീരുമാനം എടുക്കേണ്ടി വന്നത്. അല്ലാതെ ആരും സ്വന്തം നിലയ്ക്കെടുത്തതല്ല. അശ്വിൻ ഡിയാഗോയാണ് കെ മുരളീധരനോട് സംസാരിച്ചത്. അശ്വിൻ ഡിയാഗോ നമുക്കൊപ്പം തത്സമയം ചേരുന്നു. വെരി ഗുഡ് മോർണിംഗ് അശ്വിൻ ഡിയാഗോ. അങ്ങനെ ഒരു രാഷ്ട്രീയ മറുപടി കെ മുരളീധരൻ കൃത്യമായി പറയുകയാണ്. കെ സുധാകരൻ എടുത്ത തീരുമാനം അത് പാർട്ടിയുടെ തീരുമാനമാണ്. ലത്തീഫിനെ പുറത്താക്കിയ നടപടിക്ക് കെ മുരളീധരന്റെയും കയ്യടി കിട്ടുകയാണ്. അതോടൊപ്പം തന്നെ കെ സുധാകരൻ മാറുമോ, മാറിയാൽ ആര് വരും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ കോൺഗ്രസ് സർക്കിളിൽ മാത്രമല്ല മൊത്തത്തിൽ ചർച്ചയാകുന്ന ഒരു സമയമാണല്ലോ. അതേക്കുറിച്ചുള്ള ചോദ്യത്തിനും എങ്ങനെയായിരുന്നു പ്രതികരണം? സുജയ, വെരി ഗുഡ് മോർണിംഗ്. ഈ A ഗ്രൂപ്പ് നേതാവായ MA ലത്തീഫിനെ കുറെ നാളായി അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്തായിരുന്നു. മാത്രമല്ല ഇദ്ദേഹത്തെ തിരിച്ചെടുക്കണമെന്നുള്ളത് കോൺഗ്രസിന്റെ ഈ ഒരു A ഗ്രൂപ്പിന്റെ ഒരു ആവശ്യവുമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും തൽക്കാലത്തേക്ക് കെ സുധാകരൻ മാറുന്നതും അദ്ദേഹം തെരഞ്ഞെടുപ്പിലേക്ക് പ്രചരിക്കാനായിട്ട് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം മാറിയത്. ഈ ഒരു സമയത്താണ് ആക്ടിംഗ് പ്രസിഡന്റായി MM ഹസൻ തിരിച്ചെത്തുന്നത്. ഈ തിരിച്ചെത്തിയ MM ഹസൻ ആദ്യം ചെയ്യുന്നത് ലത്തീഫിനെ ഇത്തരത്തിൽ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുകയാണ് ചെയ്തത്. ഇദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്ന ആരോപണം സംഘടനാ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തി എന്ന കാരണത്താലാണ് അദ്ദേഹത്തെ പുറത്താക്കിയിട്ടുള്ളത്. നമുക്കറിയാം MM ഹസൻ ഒരു A ഗ്രൂപ്പ് നേതാവാണ്. അതുകൊണ്ട് തന്നെ A ഗ്രൂപ്പ് നേതാവായിട്ടുള്ള ലത്തീഫിനെ അദ്ദേഹം തിരിച്ചെടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പൊക്കെ പൂർത്തിയായി സുധാകരൻ തിരിച്ച് ഈ ഒരു പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാൻ തിരിച്ചെത്തിയപ്പോൾ അദ്ദേഹവും ആദ്യം ചെയ്തത് ഈ MM ഹസൻ എടുത്ത ഈ ഒരു തീരുമാനം അത് റദ്ദാക്കുകയായിരുന്നു. അതായത് ഈ ലത്തീഫിനെ വീണ്ടും പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു. മാത്രമല്ല മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ MM ഹസൻ ഈ ഒരു പരിപാടിയിൽ എത്തിയിരുന്നില്ല. അതായത് ഈ ആക്ടിംഗ് പ്രസിഡന്റ് സ്ഥാനം കൈമാറുന്ന ഈ ഒരു പരിപാടിയിൽ MM ഹസൻ എത്തിയിരുന്നില്ല. പകരം സുധാകരനും മറ്റു ചില മുതിർന്ന നേതാക്കൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഒരു വർഗീയത, ഈ വിഭാഗീയത, ഈ പാർട്ടിക്കുള്ളിൽ ഈ ഒരു വിഭാഗീയത പുറത്തു വരുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു ഈ കെ മുരളീധരന്റെ ഒരു പ്രതികരണം വന്നത്. അദ്ദേഹം പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഈ ലത്തീഫിനെ പുറത്താക്കിയ നടപടിയിൽ കെ സുധാകരനെ അദ്ദേഹം പിന്തുണയ്ക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു തീരുമാനം എന്ന് പറയുന്നത് ഈ സുധാകരന്റെ ഏകപക്ഷീയമായ തീരുമാനമായിരുന്നില്ല എന്ന കെ മുരളീധരൻ തന്നെ സൂചിപ്പിക്കുന്നു. അതിൽ അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, ഈ ആറ്റിങ്ങൽ സ്ഥാനാർത്ഥിയായ അടൂർ പ്രകാശ് ലത്തീഫിനെതിരെ പരാതി നൽകിയെന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പേരെടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും ആറ്റിങ്ങൽ സ്ഥാനാർത്ഥി അടൂർ പ്രകാശിനെ തന്നെയാകണം അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ സ്ഥാനാർത്ഥി പാർട്ടി യോഗത്തിലാണ് ലത്തീഫിനെതിരെ പരാതി പറഞ്ഞിട്ടുള്ളത് എന്നും മുരളീധരൻ പറയുന്നു. തന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചയാളെയാണ് തിരിച്ചെടുത്തതെന്ന് സ്ഥാനാർത്ഥി ഈ യോഗത്തിൽ ആരോപിച്ചു. മാത്രമല്ല ലത്തീഫിനെതിരെ ഈ ഒരു നടപടി അത് സുധാകരന്റെ വ്യക്തിപരമായ തീരുമാനം അല്ലെങ്കിൽ ഏകപക്ഷീയമായ തീരുമാനമോ അല്ല എന്നും കെ മുരളീധരൻ പറയുന്നു. മറ്റൊന്ന്, ഈ ഒരു തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി സുധാകരൻ ഈ ഒരു സ്ഥാനത്ത് തുടരുമോ, അധ്യക്ഷ സ്ഥാനത്ത് തുടരുമോ എന്നുള്ളതായിരുന്നു ചോദ്യം. അതിനും കെ മുരളീധരൻ കൃത്യമായി തന്നെ മറുപടി പറയുന്നുണ്ട്. ഈ ഒരു സാഹചര്യം, അതായത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ള ഒരു സാഹചര്യം കണക്കിലെടുത്തതിന് ശേഷം ഹൈക്കമാൻഡാകും തീരുമാനിക്കുക. ഈ സുധാകരനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതിന് യാതൊരു വിധത്തിലുള്ള നടപടികളും ഇപ്പോൾ ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ അതിനുള്ള ഒരു പടയൊരുക്കം പാർട്ടിക്കുള്ളിൽ ഇല്ല.
ഇതൊരു ആരുടെയും ഇഷ്ടവും നീരസവും നോക്കിയിട്ടല്ല ഹൈക്കമാൻഡ് തീരുമാനം എടുക്കുന്നത്. ഇത് ഹൈക്കമാൻഡാണ് അതിന്റെ ലാസ്റ്റ് അതോറിറ്റി. ഈ ഒരു സാഹചര്യങ്ങൾ വിലയിരുത്തിയതിനു ശേഷമാകും സുധാകരൻ തുടരണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുക എന്ന് മുരളീധരൻ പറഞ്ഞു വെക്കുന്നു. എന്തായാലും ഈ ഒരു വിഭാഗീയത, ഈ പാർട്ടിക്കുള്ളിൽ വിഭാഗീയത കൂടുതൽ മറനീക്കി പുറത്തു വരാനാണ് സാധ്യത. സുജയ. ഓക്കെ, താങ്ക് യു അശ്വിൻ ഡിയാഗോ. കൂടുതൽ പ്രതികരണങ്ങൾ എടുക്കുക. കെ മുരളീധരൻ പറഞ്ഞതിനോടുള്ള കൂടുതൽ നേതാക്കൾ അതിനെ എൻഡോഴ്സ് ചെയ്യുന്നുണ്ടോ, എന്താണ് അവർ പറയുന്നത് എന്നത് കൂടി നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു.